എനിക്ക് ചിരിക്കാനും ഞാൻ വഴി കുറേ പേര് ചിരിക്കട്ടെ എന്ന് എന്നെ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാ ചെറിയ 1ാം ക്ലാസ് തൊട്ടിട്ട് 90 വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ പല മേഖലകളിലാണ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ 1ാം ക്ലാസ് തൊട്ട് 90 വയസ്സുള്ളവർ പോലും എൻ്റെ ഫാൻസിലുണ്ട്. കുറേ പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു, ബിസിനസ് ഇഷ്ടപ്പെടുന്നവർ ഫാൻസ് ആയിട്ടുണ്ട്, ചാരിറ്റി, സ്പോർട്സ്, അങ്ങനെ പല എന്റർടൈൻമെന്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട്. ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, വഴിയിൽ നിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതാണ് പെണ്ണ് ഭേദമില്ല, അത് ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ പേര് എയർ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും എന്നെ കൈ കാണിച്ച് വർത്താനം പറഞ്ഞു പോകും. ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും 10% ആൾക്കാർ എയർ പിടിച്ച് ഞാനാണ് മഹാൻ, എല്ലാം അറിയുന്നവൻ, തികഞ്ഞെന്ന് പറഞ്ഞ് നടക്കണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഞാനെന്താ ഭീകരനോ കൊലപാതകയോ അല്ലെങ്കിൽ വീരപ്പനൊന്നല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാം, അത്രയേ ഉള്ളൂ. എയർ പിടുത്തൊന്നും ആവശ്യമില്ല. ബോച്ചെ ഒരു കേസ് കൊടുക്കുക. ഇയാൾ മനഃപൂർവ്വം ഡാമേജ് ഉണ്ടാക്കാനും നമ്മുടെ ബ്രാൻഡ് ഇടിച്ചു താത്താനും വേണ്ടിയിട്ട് ചെയ്യുന്ന കൊട്ടേഷൻ എടുത്ത് ചെയ്യുകയാണ്. ഇത് അനുവദിക്കാൻ പാടില്ല. കോടികളുടെ മാനനഷ്ടത്തിന് കൊടുത്താൽ പ്രൂഫാണ്, രേഖകൾ വെച്ച് കാണിക്കാം. ഇയാൾ പറയുന്നത് ഇത് ശരിയല്ല. ഈ സമാധാനപരമല്ലാത്ത ജീവിതത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. വൈരാഗ്യം, ദേഷ്യം, കോപം, കൊട്ടേഷൻ, ബിസിനസ് ചെയ്യാനുള്ള സമയം, എൻജോയ് ചെയ്യാനുള്ള സമയം, ചാരിറ്റി ചെയ്യാനുള്ള സമയം, നമ്മുടെ നല്ല നല്ല സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തീരെ നിവൃത്തിയില്ല, നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ കോടതിയും കാര്യങ്ങളിലേക്കൊക്കെ പോവുക. മാത്രമല്ല അവിടെ ഇരിക്കുന്നവർക്കും ഉത്തരവാദിത്തപ്പെട്ട സീരിയസ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണ് കോടതിയിലൂടെ പോലീസിലൂടെ ഇരിക്കുന്നത്. നമ്മൾ ഈ തൊട്ടേനും പിടിച്ചാനൊക്കെ എല്ലാ മാസം ഈ വീഡിയോ ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടന്നാൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ജനങ്ങളുടെ പൈസ വാങ്ങിയിട്ട് വാങ്ങിയ ഭൂമിയാണ് എങ്കിൽ ഈ ഭൂമിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കുറേ പേരുണ്ടെങ്കിൽ അവരെ പറ്റിച്ചു എന്ന് പറയാം. അതുമില്ല. വലിയ വലിയ ബിസിനസ്സുകാർ ഫേമസ് ആയിട്ടുള്ളവരൊക്കെ ഓപ്പണായിട്ട് അവരെ കുറിച്ച് പറയാൻ ധൈര്യമാണ്, നല്ല ചങ്കുറ്റം ധൈര്യമാണ്, അപ്രിഷിയേറ്റ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ കുറിച്ച് അധികം പേര് പറയില്ല. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു മതിപ്പാണ്, വിശ്വാസം. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പറഞ്ഞൊരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ, പറയട്ടെ, ഞാനായാലും ആരായാലും പറയട്ടെ, പക്ഷേ ചിലവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതാണ് പൊക്കി കാണിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒരേ തൊഴുത്തിൽ കെട്ടാൻ പറ്റും. നമുക്ക് യാഥാർത്ഥ്യം അറിഞ്ഞു പറഞ്ഞാൽ നല്ലതാണ്. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ അറിയില്ലെങ്കിലും വിളിച്ചു പറയുന്ന ആ ഒരു സംവിധാനം തെറ്റാണ്. മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ബോച്ചെ 1000 ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട്. മറഡോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി. ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത്. അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നായതുകൊണ്ട് അന്ന് അത് മാറ്റിവെച്ചതാണ്. അല്ലെങ്കിൽ അന്ന് രണ്ടുപേരും ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള പ്ലാനായിരുന്നു. അല്ല, ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടുവരുള്ളൂ. ഒരു ഓപ്ഷൻ വയനാടാണ്, അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. അല്ല പിന്നെ ഇവിടെ എനിക്ക് ഒരു 62 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം, അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു 1 ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക. പിന്നെ അതിനുശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ 6 ദിവസം ജയിലിലടച്ചു. ജയിലടച്ചതിന് ശേഷം പുള്ളിക്കാരൻ വെളിയിലിറങ്ങിയപ്പോൾ നിരവധി സപ്പോർട്ടാണ് ഈ പറയുന്ന ബോച്ചയ്ക്ക് കിട്ടിയത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഫാൻസ് ഇപ്പോൾ ബോച്ചയ്ക്ക് കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തൊട്ട് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ ആ ഒരു ഡിമാൻഡ്, അല്ലെങ്കിൽ ആ ഒരു ഹണി റോസിൻ്റെ ആ ഒരു ഫാൻസൊക്കെ കുറഞ്ഞതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബോച്ച പറഞ്ഞത് ദ്വയാർത്ഥമാണ് എന്ന് എല്ലാവർക്കും അറിയാം, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് വേണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പുള്ളിക്കാരനെ ജയിലിലേണ്ട കുറ്റം പുള്ളി എന്താണ് ചെയ്തത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഹണി റോസിൻ്റെ വസ്ത്രധാരണം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തണം, കുറച്ചുകൂടെയൊക്കെ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെതിരെ വരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുകയുണ്ടായി. വനിതാ കമ്മീഷൻ വരെയാണ് ഇടപെട്ടിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു പുരുഷാന്വേഷണ കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇവിടെ പറഞ്ഞ വനിതാ കമ്മീഷനൊക്കെ കയറി അങ്ങ് മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഹണി റോസ് ഇന്ന് ഒരു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് അഞ്ച് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് പുള്ളിക്കാരി ഉദ്ഘാടനം ചെയ്യുന്നത്. പുള്ളിക്കാരി ഇത് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടു. അതിന് തൊട്ട് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ആ കമൻറ്റ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ഇനോഗ്രേഷന് ആരും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഇനോഗ്രേഷനോ ഈ പുള്ളിക്കാരിയുടെ പരിപാടിക്കോ പോകരുത് എന്ന രീതിയിലാണ് കമൻറ്റുകൾ മൊത്തം ഉള്ളത്. കുറച്ച് കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ക്ഷണിച്ചു വരുത്തുന്ന എല്ലാ കടകളും സാധാരണ ജനങ്ങൾ ബഹിഷ്കരിക്കണം, ഒരാൾ പോലും പോകരുത്, അപ്പോൾ പിന്നെ ഉദ്ഘാടനത്തിന് പുതിയ ആളെ വിളിച്ചോളൂ, ആരും വരില്ല, നീ ഒറ്റയ്ക്കങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി.
ഇവൾക്കു പകരം കട ഉടമയുടെ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക. കടയ്ക്ക് ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകും. ഇവൾക്ക് കൊടുക്കുന്ന പണം വല്ല അനാഥാലയത്തിലും കൊടുക്കുക, അതിൻ്റെ പുണ്യവും കിട്ടും. അടുത്തൊരു കമൻറ്റ്, ഈ കടയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. ആണെന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയുന്നവർ ഇവളുടെ പരിപാടിക്ക് പോകരുത്. ഈ ഷോപ്പ് 1 മാസത്തിനകം പൂട്ടും. ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട്. അന്തസ്സുണ്ടെങ്കിൽ ഇനി ആരും പോകരുത്. ആ കട ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി. ഒരാളും അങ്ങോട്ട് കയറാതെ ശ്രദ്ധിക്കുക. ഇനിയും ഇവളെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന ആ ഷോപ്പ് ബഹിഷ്കരിക്കണം. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ബംഗാളി പ്രൊഫൈലുകൾ, പിന്നെ കുറച്ച് മലയാളി കോഴികൾ. അന്തസ്സുള്ള ആരും ഈ ഉദ്ഘാടനത്തിന് വരില്ല. എന്നിട്ട് വേണം ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ. കേസിൽ പെടാതിരിക്കാൻ ആരും പോകരുത്. ആ ഷോപ്പിൻ്റെ കാര്യം. ഇവരെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം നടത്തുന്ന പൈസയ്ക്ക് ആ നാട്ടിലുള്ളവർക്ക് സാധനങ്ങൾ വില കുറച്ച് കൊടുത്തൂടെ? എന്തിനാ ചുമ്മാ പൈസ കളഞ്ഞ് കട പൂട്ടിക്കുന്നത്? അടുത്തൊരു കമൻറ്റ്, കേസ് കൊടുക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കടയുടെ കാര്യവും തീരുമാനമായി. ഇതിൻ്റെ മുതലാളി കേരളത്തിൽ അല്ലേ ജീവിക്കുന്നത്? ആണത്തമുള്ള ഒരുത്തനും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ. അഥവാ ഉണ്ടേൽ അത് കൂവാനായിരിക്കും. ആ കട 8 നിലയിൽ പൊട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർക്കൊക്കെ മുടക്കുന്ന ആ പൈസയ്ക്ക് തുല്യമായി ഏതെങ്കിലും 10 വ്യക്തികൾക്ക് അവരുടെ ചികിത്സാ ചെലവോ മറ്റോ ഏറ്റെടുത്തിരുന്നേൽ എന്ത് നന്നായിരുന്നു. ഇവളുമാരുടെയൊക്കെ ഉദ്ഘാടനത്തിന് ആര് പങ്കെടുക്കും എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പല കമൻറ്റുകളും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കട പൂട്ടട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തൻ്റെ സ്ഥാപനം, അവൻ എത്ര കഷ്ടപ്പെട്ടും അവൻ്റെ എത്ര സ്വപ്നങ്ങളായിരിക്കും അവൻ ഈ കടയിലൂടെ അവൻ നേടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹണി റോസിന് മുമ്പ് ഉണ്ടായിരുന്ന അത്രയും ഒരു പ്രയോറിറ്റി ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. എന്തുവായാലും ഇനി ഇത് എന്തൊക്കെയായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.